CPM-ന്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രിയും മുൻ MP-യും ഒക്കെയായ PK ശ്രീമതിയുടെ വിഷയം CPM-ൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധിക്കാരം CPM നേതാക്കളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. തനിക്ക് ഇഷ്ടമല്ലാത്തവർ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടെന്നും എല്ലാവരും തന്റെ കാൽ കീഴിൽ അനുസരണയോടെ ചുരുണ്ടുകൂടണമെന്നും ആഗ്രഹിക്കുന്ന പിണറായി വിജയന്റെ പുതിയ ഹൂങ്കാണ് വീണ്ടും ചർച്ചയാകുന്നത്. പ്രായപരിധി പിന്നിട്ടിട്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ചുമതല നിർവഹിക്കുന്നതിനാണ് PK ശ്രീമതിക്ക് ഇളവ് നൽകിയതെന്നാണ് CPM വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ തുടരണമെന്നും ശ്രീമതിയുടെ തട്ടകം ഡൽഹിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ CPM നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് ഈ പ്രസ്താവന തിരുത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിലെ അനൈക്യമാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. പല നേതാക്കളെയും ഒതുക്കിയും മൂലക്കിരുത്തിയുമാണ് പിണറായി വിജയൻ തഴച്ചു വളർന്നത്. പിണറായിക്കെതിരെ നിന്ന ഏക നേതാവ് VS അച്യുതാനന്ദൻ മാത്രമാണ്. ഇത് CPM-നെ അക്കാലത്ത് വലിയ വിഭാഗീയതയിലേക്ക് തള്ളിവിട്ട ഒരു ഘടകമാണ്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിണറായിക്കൊപ്പം നിൽക്കുമ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി രണ്ടും കൽപ്പിച്ചാണ് രംഗത്ത് വരുന്നത്. PK ശ്രീമതിയുടെ തട്ടകം ഡൽഹിയാണെന്ന് അങ്ങനെയൊന്നും MA ബേബി സമ്മതിക്കുന്നുമില്ല. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ശ്രീമതി. എന്ന് വെച്ച് അവർക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുവാനോ കഴിയില്ലെന്ന് പറയാൻ സാധിക്കില്ലെന്നും MA ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പിണറായി വിജയനുള്ളൊരു താക്കീതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പിണറായി വിജയൻ PK ശ്രീമതിയെ വിലക്കി എന്ന വാർത്ത പക്ഷെ നേതാക്കന്മാർ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം PK ശ്രീമതിയോട് എന്തിനാണ് പിണറായി വിജയൻ പക വീട്ടുന്നത് എന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് ഇരുവരും. പിണറായി വിജയൻ പാർട്ടിയിലെത്തി, ഏറെ വൈകാതെ ശ്രീമതിയും പാർട്ടിയിലെത്തി. വർഷങ്ങളായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അടുത്തിടെ ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് പിണറായി വിജയന്റെ അപ്രീതി PK ശ്രീമതിയുടെ മേൽ പതിയാൻ കാരണം. പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് ശ്രീമതിയെ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രത്യേക ഇളവ് നൽകിയത്. എന്നാൽ ഈ നടപടി പിണറായി വിജയൻ അത്ര പിടിച്ചിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ കയറിക്കൂടാൻ PK ശ്രീമതി ചില നീക്കങ്ങൾ നടത്തിയെന്നും ഇത് പിണറായി വിജയനെ അറിയിക്കാതെയായിരുന്നുവെന്നും പറയുന്നു. ഇതാണ് മുഖ്യന്റെ കലിപ്പിന് കാരണം. പിണറായിക്ക് താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പിൻവലിച്ചാണ് പകരം ശ്രീമതിക്ക് CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകി കൂടിയിരുത്തിയത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അസഹിഷ്ണുത കാണിക്കാതെയിരുന്ന പിണറായി വിജയൻ തന്റെ തട്ടകമായ കേരളത്തിലെത്തിയപ്പോൾ പ്രതികാരം തീർക്കുകയായിരുന്നു. അങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് PK ശ്രീമതി പുറത്തുപോയതെന്നും പറയേണ്ടി വരും.